ഈ വീഡിയോയിൽ നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് തുടങ്ങാം. ജിയോ പൊളിറ്റിക്കലി കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഉക്രൈൻ അമേരിക്കയിൽ സെലൻസ്കി എത്തിയ പാടെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് പോയത്. ഈ ടോമഹോക്സ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ എങ്ങനെയെങ്കിലും ഈ ലോങ് റേഞ്ച് മിസൈൽ 2500 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു മിസൈലാണിത്. ഈ ടോമഹോക്സ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇറാഖിലും അതേപോലെ സിറിയയിലും അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. 2017 രാസായുധം പ്രയോഗിച്ചെന്ന് പറഞ്ഞിട്ട് അസാദ് റെജീമിനെതിരെ വാർഷിപ്പുകളുണ്ട് മെഡിറ്ററേനിയനിലും റെഡ് സീയിലൊക്കെ കൊണ്ടിട്ടിട്ട് ടൊമാഹോക്സ് മിസൈൽ പ്രയോഗിച്ചതാണ്. അതായത് 58 മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ആ 58 മിസൈലുകളിൽ ഏതാണ്ട് 28ഓളം മിസൈലുകൾ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പം അതായത് ഇത് അങ്ങറ്റം ശക്തമായ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യക്ക് നല്ല രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിനെ തടയാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ടോമഹോക്സ് മിസൈൽ കൊടുത്തു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഉക്രൈനിന് എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ കഴിയുമോ? അതായത് തൽക്കാലം നിലവിൽ ഉക്രൈൻ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ തന്നെ അതിലേറെയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും റഷ്യക്ക് ഒരുപാട് ലാൻഡ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ റഷ്യക്കുള്ളിൽ വന്നിരിക്കുന്ന നഷ്ടമുണ്ടല്ലോ, ഉക്രൈൻ ഈ ഒരു ഇടപെട്ട കാലത്ത് നടത്തിയിരിക്കുന്ന മുന്നേറ്റം അത് വളരെയധികം മികച്ച മുന്നേറ്റമാണ് ഉക്രൈൻ നടത്തിയിരിക്കുന്നത്. ഉക്രൈൻ്റെ കയ്യിൽ ലോങ് റേഞ്ച് മിസൈലുകൾ ഇല്ല എന്നുള്ളത് ഒരു പരിമിതിയും കൂടിയാണ്. നമ്മളിതിന് വളരെ ഫാക്ച്വൽ ആയിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ടോമഹോക്സ് മിസൈൽ എന്ന് പറയുന്നത് റഷ്യക്ക് ഓൾറെഡി ഇതിന് പരിചയമുള്ള ഒരു മിസൈലാണ്. പക്ഷേ റഷ്യയുടെ സൈഡിലാണെങ്കിൽ അമേരിക്കയ്ക്കും ഉക്രൈനും യൂറോപ്പിനൊക്കെ പരിചയമില്ലാത്ത രീതിയിലുള്ള കുറേ മിസൈലുകളുണ്ട്. അതൊക്കെ റഷ്യ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്തായാലും ഇപ്പം ഉക്രൈനിന് ടോമഹോക്സ് മിസൈൽസ് കൊടുക്കുന്നില്ല. അതാണ് ഇപ്പം ട്രംപിന്റെ തീരുമാനം. ശരിക്കും സെലൻസ്കിയുടെ അവസ്ഥ പരിതാപകരമാണ്. കാരണം ആ രീതിയിൽ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ അപ്രോച്ച് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന് ഒത്ത് സ്തുതി പടിയിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് സെലൻസ്കിക്ക് സംഭവിച്ചത്. സെലൻസ്കി പറയാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഞാൻ സെലൻസ്കിയുടെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്, അതായത് അമേരിക്കയുടെ നിഴൽ പറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ, അമേരിക്ക എതിർത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ സെലൻസ്കി വളരെ മാനസികമായിട്ട് തകർന്ന് വൈറ്റ് ഹൗസിൽ നിന്നും മടങ്ങുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. അതിന് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെന്റ്, അമേരിക്ക ടോമഹോക്സ് മിസൈൽ ഉക്രൈന് തരാമെന്ന് പറഞ്ഞതോടുകൂടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചു എന്നാണ്. അതായത് നെക്സ്റ്റ് ലെവൽ മീഡിയേഷന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സമ്മതം അറിയിച്ചു. ഒരു പരിധിവരെ യുദ്ധം നിർത്താൻ തയ്യാറാണ് പുടിൻ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സെലൻസ്കി പറഞ്ഞു വെച്ചത്. ഇത് സെലൻസ്കിയെ കൊണ്ട് പറയിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പീറ്റർ ഹെഗ്സെത്ത്, സെക്രട്ടറി ഓഫ് വാർ, റഷ്യയുമായിട്ട് അമേരിക്ക വലിയ രീതിയിൽ കൊമ്പ് കോർക്കാൻ തയ്യാറല്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹംഗറിയിൽ മീറ്റ് ചെയ്യാം എന്നാണ്. അടുത്ത ലെവൽ നെക്സ്റ്റ് ലെവൽ മീറ്റിംഗ് യൂറോപ്പിന്റെ ഉള്ളിൽ ഹംഗറിയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉക്രൈൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹംഗറി. അപ്പോൾ ഈ ഹംഗറി വരെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിൻ സമ്മതിച്ചിട്ട് തന്നെയാണ് ഈ ഹംഗറി എന്ന് പറഞ്ഞ സ്ഥലം സെലക്ട് ചെയ്തിരിക്കുന്നത്. വിത്തിൻ നെക്സ്റ്റ് 2 to 3 വീക്സിനകത്ത് ഈ ഹംഗറിയിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അവിടെ മീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോസ്കോയിൽ നിന്നും യൂറോപ്പിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഹംഗറിയിലേക്ക് പുടിൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രാ റൂട്ടാണ്. പുടിൻ ആ ഒരു റിസ്ക് എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം യൂറോപ്യൻസിനെ വിശ്വാസമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് റഷ്യയിൽ നിന്നും ഈ കാണിച്ചിരിക്കുന്ന അതേ റൂട്ടിലൂടെ തുർക്കിയിലെത്തുക, തുർക്കിയിൽ നിന്ന് നേരെ വളഞ്ഞ് റൂട്ടിൽ സെർബിയ ത്രൂ നേരെ ഹംഗറിയിലേക്ക് പോകാനാണ് സാധ്യത. ഈ ഒറ്റൊരു മാർഗ്ഗമാണ് പുടിന് ഇപ്പോൾ സേഫസ്റ്റ്, അതായത് 100% സേഫസ്റ്റ് എന്നല്ല, ഉള്ള മാർഗ്ഗങ്ങളിൽ നിലവിലുള്ള റൂട്ടിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടായിട്ട് കരുതുന്നത്. ട്രംപ് എന്തായാലും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് പുടിൻ ഹംഗറിയിൽ വന്ന് സംസാരിച്ച് ചർച്ച കഴിഞ്ഞ് മടങ്ങി പോകുന്നത് വരെ ഒരു രീതിയിലുള്ള പ്രകോപനങ്ങളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ എടുക്കരുത്. അത് വളരെ ഡിഗ്നിറ്റിയോടുകൂടി ആ ഒരു കമ്മിറ്റ്മെന്റിനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂറോപ്പ് എന്തായാലും പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇവിടെ യൂറോപ്പിൽ. അമേരിക്ക ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ കുറിച്ചാണ് ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പം ട്രംപ് പുടിനുമായിട്ട് സംസാരിച്ച രാത്രി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് എക്കണോമിക് ടൈപ്പ്, റഷ്യയുമായിട്ട് സാമ്പത്തിക സഹകരണം, കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഉക്രൈൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് ലിറ്ററലി ഒരു 1 മന്ത് കൊണ്ട് നടത്തിയ ഒരു അപ്രോച്ച് റഷ്യക്ക് ഉണ്ടാക്കിയ ഒരു ക്ഷീണം, ആ ക്ഷീണം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയപ്പോൾ അതിൽ ഉക്രൈൻ ലാസ്റ്റ് വീക്ക് നടത്തിയ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ 58 ആക്രമണങ്ങളാണ് ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തിയത്. ക്രൂഡ് ഓയിൽ എടുക്കുന്ന എണ്ണക്കിണറുകളല്ല അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, റിഫൈനറികളാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. റിഫൈനറികൾ എന്ന് പറയുമ്പോഴത്തേക്കും പെട്രോൾ, ഡീസൽ അതേപോലത്തെ പ്രോഡക്റ്റുകളായിട്ട് റിഫൈൻ ചെയ്തെടുക്കുന്ന റിഫൈനറികളാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. 28 റിഫൈനറികളാണ് അറ്റാക്ക് നടത്തിയത്. 28 റിഫൈനറികൾ. പിന്നെ ഫ്യൂവൽ സ്റ്റേഷൻ, ഈ പമ്പിംഗ് സ്റ്റേഷൻ ഇല്ലേ, അത് ഏതാണ്ട് 18 ആക്രമിച്ചിട്ടുണ്ട്. 18 ചെറിയ നമ്പർ അല്ല, വലിയ നമ്പറാണ്. അത് ഇതിലുപരിയായിട്ട് പെട്രോളുമായിട്ട് ട്രാൻസ്പോർട്ടേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ വീണ്ടും അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഉക്രൈൻ. ഇതിലൂടെ റഷ്യക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ റഷ്യക്ക് പെട്രോൾ, ഡീസൽ
ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിയെ കുറച്ചു ഉക്രൈൻ. അത് നമ്പർ 1. രണ്ടാമത് ഈ പെട്രോൾ ഡീസലിൻ്റെ ഇന്റർണൽ ഉപയോഗം തന്നെ വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അതായത് 10% റഷ്യക്കുള്ളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട് ഉക്രൈൻ നടത്തിയ ഈ ഒരു ആക്രമണം. അപ്പം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. അപ്പോൾ ഉക്രൈൻ്റെ പ്ലാൻ എന്തായിരുന്നു പറഞ്ഞാൽ, ഉക്രൈൻ്റെ പ്ലാൻ വളരെ വ്യക്തമാണ്. റഷ്യ ക്രൂഡ് എത്ര വേണേലും കയറ്റി അയച്ചോട്ടെ, പക്ഷേ ഈ റിഫൈൻഡ് പ്രോഡക്റ്റുകൾ കയറ്റി അയക്കേണ്ട, പെട്രോൾ ഡീസൽ. കാരണം ഇതിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ ക്രൂഡ് ഒരു $57, $55, $56 ഒരു ബാരലിന് വിൽക്കുന്നു എങ്കിൽ ഈ റിഫൈൻഡ് പ്രോഡക്റ്റ് വിൽക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതാണ്ട് 2 ഇരട്ടി വരും. 2.5% ലാഭം കിട്ടും പെട്രോളായിട്ടും ഡീസലായിട്ടും വിൽക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അവർ ഒരു പരിധിവരെ സക്സസ് റേറ്റ് അറ്റൈൻ ചെയ്തിട്ടുമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പക്ഷേ ഉക്രൈന് ഒരു പരിധിവരെ ഈ ഒരു യുദ്ധത്തിനെ റഷ്യയുടെ ലാൻഡിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ ഒരു യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ ലാൻഡിലാണ് നടക്കുന്നത്. കാരണം ആ രീതിയിൽ റഷ്യ കുറേയേറെ ബഫർ സോണായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉക്രൈൻ അതിനെ മറികടന്ന് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഈ എക്സ്ചേഞ്ച് ഡീൽ വന്നാൽ തന്നെയും എത്ര സ്ഥലം റഷ്യ റിലീസ് ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അത് അവിടെ നിലനിൽക്കുക തന്നെയാണ്. സെലൻസ്കി ലോങ് റേഞ്ച് മിസൈൽ ഇല്ലാതെ അമേരിക്കയിൽ നിന്ന് മടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇത് പുള്ളിക്കാരൻ നല്ല വിഷമമുണ്ടാകുന്ന പരിപാടിയാണ്. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ ചെറിയ വിഷമമുണ്ട്, അത് തുറന്ന് പറയാനും പുള്ളി തയ്യാറാണ്. ഉക്രൈന് വന്നിട്ട് അതിൻ്റെ മറുപടി പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് മാർക്കോ റൂബിയാണ് ഈ ഒരു ഡിസ്കഷൻസ് എല്ലാം ലീഡ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു ഹയർ ഒഫീഷ്യൽ കമ്മിറ്റിയെ നിയമിക്കും. ആ കമ്മിറ്റിയുമായിട്ട് റഷ്യ പല സീക്രട്ട് സ്ഥലങ്ങളിലും മീറ്റിംഗ് നടത്തും, റഷ്യയുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് ചേർന്നിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പുടിനും ട്രംപും തമ്മിൽ ഹംഗറിയിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനമാകുന്നത്. ഇവിടെ ട്രംപ് പറയുന്നത് വ്യാപാര ബന്ധം. ഈ വ്യാപാര ബന്ധം എന്ന് പറയുന്നത് റഷ്യൻ ഓയിൽ ഡയറക്റ്റ് ആയിട്ട് യൂറോപ്പിലേക്ക് വാങ്ങിക്കാനുള്ള പദ്ധതി, അമേരിക്ക ത്രൂ, അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഈ ബിസിനസ് ഡീൽ എന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് എന്താണ് അടുത്ത ലെവൽ ബിസിനസ് ഡീൽ എന്ന് പറഞ്ഞാൽ, യുറേനിയം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ വേറെ മേടിക്കുന്നുണ്ട്. യുറേനിയം, അലുമിനിയം ഇതൊക്കെ റഷ്യയുടെ നിന്ന് ഓൾറെഡി അമേരിക്ക പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് മുകളിൽ താരിഫ് ഇട്ട് വെച്ചിരിക്കുന്നത്, പുനറ്റീവ് താരിഫ്. അതിൻ്റെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ഇന്ത്യയോടുള്ള വിരോധമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ട്രംപിൻ്റെ എല്ലാ പോളിസികളും കുടിയേറ്റക്കാർക്കെതിരാണ്. ഏറ്റവും കൂടുതൽ എമിഗ്രന്റുകൾ ഉള്ള കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും നമ്പർ 1 ആണ്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ജോലികളിൽ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല ശമ്പളം വാങ്ങുന്നുണ്ട്. അമേരിക്കക്കാരനേക്കാളും കൂടുതൽ ശമ്പളം പറ്റുന്ന ഇന്ത്യക്കാരുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് ഒരു പരിധി വരെ, ശരിക്കും പറഞ്ഞാൽ ഈ മാസീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, ഇന്ത്യൻ പോപ്പുലേഷൻ, അപ്പം ഇവരെ എതിർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഗ്ലോബലി തന്നെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എവിടെയായാലും ഇതുണ്ടാവും. ട്രംപ് അതിനെയൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് നോക്കി കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന പോലെ, ഇന്ത്യക്കാരോട് ഭയങ്കരമായിട്ട് ദയുള്ളത് പോലെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ട്രംപ് കാണിക്കാറുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ആ ഫാർ റൈറ്റ് ചിന്താഗതിയാണ്. അമേരിക്കയിൽ ഇന്ത്യക്കാർ കുടിയേറി പാർക്കുന്നത് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ നയങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാർക്കെതിരെ വരുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ പുള്ളിക്കാരൻ അത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഈ പുള്ളിക്കാരൻ്റെ നയം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഓൺലി ഫോർ അമേരിക്കൻസ്, അതാണ് പുള്ളിക്കാരൻ്റെ നയം. അപ്പോൾ ഇനി പുതുതായിട്ട് ആരും കയറി വന്ന് അമേരിക്കക്കാരനാവണ്ട എന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാരെ ബാധിക്കുന്ന രീതിയിൽ വരുന്നത്. കാരണം ഇന്ത്യ ഒരു മാസീവ് പോപ്പുലേഷനാണ്, ആഗോളതരത്തിൽ തന്നെ നമ്പർ 1 പോപ്പുലേറ്റഡ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും നമ്മളുടെ നമ്പർ ഓഫ് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് എന്ത് നിയമം പാസ്സാക്കിയാലും, പ്രത്യേകിച്ച് ഇമിഗ്രന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ അത് ബാധിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ആരെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതല്ല. ബൈ ഡീഫോൾട്ട് അത് അങ്ങനെ ആവുന്നതാണ്. അതിന്റെ കാരണം നമ്മുടെ പോപ്പുലേഷനാണ്. ഈ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യ വിരുദ്ധനാണ്, ഒരു ആന്റി ഇന്ത്യൻ ആണ്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അയാൾ അമേരിക്കക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഫാർ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നിയമം കൊണ്ടുവന്നാലും അത് ഇന്ത്യക്കാർക്ക് എതിരായിരിക്കും. അത് അങ്ങനെ തന്നെയായിരിക്കും. ട്രംപ് ഇന്ത്യ ഇങ്ങനെ പൂട്ടും, അങ്ങനെ തളയ്ക്കും, ഇങ്ങനെ നമ്മളെ താഴ്ത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം റഷ്യ ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം ട്രംപ് ഇതിനകത്ത് 2-3 പോയിന്റുകൾ ട്രംപ് ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയുമായിട്ടുള്ള റഷ്യയുടെ ബന്ധം, ആ ഒരു ഓയിൽ ട്രേഡ് എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നിർത്താമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതായത് യൂറോപ്പിന് ഡയറക്റ്റ് ആയിട്ട് അമേരിക്ക റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ത്രൂ റിഫൈൻഡ് ഓയിൽ കൊടുക്കുന്നതിന്റെ ആ ഒരു കച്ചവടത്തിൽ ചെറിയ കുറവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ 18 പ്രാവശ്യം ഓൾറെഡി തന്നെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് റഷ്യയുടെ മേളിൽ. 19ാമത്തെ പ്രാവശ്യം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേളിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദം വരുന്നുണ്ട് ഈ ഓയിൽ വാങ്ങിക്കുന്നത് കുറയ്ക്കണമെന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ത്യ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത നിലയിൽ തുടരുകയാണ്. ഇൻഫാക്ട് നയാറ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ റഷ്യയുടെ പാർട്ട്ണർഷിപ്പോട് കൂടി റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് എന്തായാലും റഷ്യ ഓയിൽ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ആർക്കും തടയാൻ കഴിയില്ല. ഇനി എന്ത് സാങ്ഷൻ ഉണ്ടെങ്കിലും 118 ഷിപ്പുകൾ, ഷാഡോ ഷിപ്പുകളാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് യൂറോപ്യൻസ് ട്രാക്ക് ചെയ്യുന്നെങ്കിലും ഈ 118 ഷാഡോ ഷിപ്പുകളും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഇവർ ഈ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം മെയിൻ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളെല്ലാം യൂറോപ്യൻ ബേസ്ഡ് കമ്പനികളാണ്. അപ്പം
വേറെ ഷിപ്പുകളെല്ലാം തന്നെ നോർമലി ലീഗലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന എല്ലാ ഷിപ്പുകളും യൂറോപ്പുമായിട്ട് ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സാഹചര്യത്തിൽ ഏതാണ് ഈ 118 ഷാഡോ ഷിപ്പുകളില്ലേ, ഈ ഷിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻസിന് വലിയ രീതിയിലുള്ള ഐഡിയ ഇല്ല. കാരണം ഇവരെല്ലാം തന്നെ സിഗ്നൽസ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഒന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും പുതിയ ഡെവലപ്മെന്റ്സ് ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു തീരുമാനമാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇതാണ് റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സമാധാനം കൊണ്ടുനടക്കുന്ന ഡൊണാൾഡ് ട്രംപ് വെനിസുലയുടെ മേളിൽ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ 1.8 ബില്യൺ വാല്യൂ ഉള്ള ഗോൾഡ്, വെനിസുലയുടെ ഗോൾഡ് UK പക്കലുണ്ട്. അതായത് ഇത് ഈ നിക്കോളാസ് മദുറോയുടെ മുൻപ് ഇരുന്ന ആ ഒരു പ്രസിഡന്റ് UK ഡെപ്പോസിറ്റ് ചെയ്തതാണ്, ഗ്യാരണ്ടി ഡെപ്പോസിറ്റ് ചെയ്തതാണ്. നിലവിലെ വെനിസുലയുടെ ഭരണകൂടം ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടമല്ല എന്ന് പറഞ്ഞിട്ട് UK ഇപ്പൊ ഈ ഒരു 1.8 ബില്യൺ വർത്തുള്ള ഈ സ്വർണ്ണശേഖരം, ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് വെനിസുലയ്ക്ക് കൈമാറാൻ തയ്യാറാകുന്നില്ല. ഈ കേസ് ഇപ്പോൾ UK കോടതിയിൽ കിടന്ന് എഴുകയാണ്. അതായത് മോഷണം എന്ന് പറഞ്ഞാൽ UK പിന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂറോപ്യൻസ് എല്ലാം ഇപ്പോൾ അതേ കാറ്റഗറി തന്നെ. അതൊരു യുദ്ധം വന്നു കഴിഞ്ഞാലോ, ഒരു തർക്കം വന്നു കഴിഞ്ഞാലോ, അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാലോ, UN നമ്മൾ അവർക്കെതിരെ സംസാരിച്ചാൽ പോലും ഇപ്പം ഡെപ്പോസിറ്റ് സീസ് ചെയ്യുക, ഫ്രീസ് ചെയ്യുക, അങ്ങനെ നമ്മൾ എന്തെല്ലാം കച്ചവടങ്ങൾ മറ്റുള്ള രാജ്യത്ത് ചെയ്യുന്നുണ്ടോ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ UK അവരത് അവർ ഫ്രീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. ഓൾറെഡി തന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പ് വർഷക്കണക്കോളം ഇന്ത്യയുടെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണ് ഈ ബ്രിട്ടീഷുകാരന്മാർ. UK പല തലമുറകൾ കൈമാറി വന്നിട്ടുണ്ട് എന്നുള്ളതിലുപരിയായിട്ട് സ്വഭാവത്തിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഈ ഒരു മോട്ടിക്കുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അവർ പെരുമാറുന്നത്. ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? മറ്റൊരു രാജ്യത്തിന്റെ സ്വർണം കൊടുക്കില്ല, ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കും, റഷ്യയുടെ സ്വത്തെടുത്ത് ഞങ്ങൾ ഉക്രൈൻ കൊടുക്കും, ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ എങ്ങനെയാണ് വിശ്വസിച്ച് മറ്റുള്ള രാജ്യങ്ങൾ ഇവരുടെ ഉള്ളിൽ പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാകുന്നത്? അപ്പൊ ഇതൊക്കെ ഇവര് നിയമപരമായിട്ട് ഇവരെക്കുറിച്ച് തന്നെ ഇവർ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ഹിപ്പോക്രസിയൊക്കെ ഇവർ തന്നെ സ്വയം അങ്ങ് റിവീൽ ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കാണ്. ഇതിന്റെ വരും വരായികളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു വാഹനത്തിൽ മുഴുവനും വെടിമരുന്ന് നിറച്ചുകൊണ്ട് നേരെ പോയി ഒരു പോലീസ് സ്റ്റേഷന്റെ മേളിൽ ഇടിക്കുകയും ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് അതിന്റെ തൊട്ട് പുറകിലെ വാഹനത്തിൽ പോയ 2 താലിബാനികൾ ഇറങ്ങി പോവുകയും ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 5 പേരെ വെടിവെച്ച് കൊല്ലുകയും അതുപോലെ തന്നെ അവിടെ നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. ഇതാണ് ഇന്നലെ നടത്തിയ ആക്രമണം. ഇന്നലെ ഈ ആക്രമണം നടത്തിയെങ്കിലും പാകിസ്ഥാനും തിരിച്ച് ഈ പക്കിട്ട എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്, അതൊരു പ്രൊവിൻസ് ആണ്, ആ ഏരിയയിൽ 2 പ്രത്യേക സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയതിൽ അവിടെ ഒരു ഹോസ്റ്റൽ, ഒരു മെൻസ് ഹോസ്റ്റൽ, ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ക്രിക്കറ്റ് കളിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള 8 ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് പ്ലേയേഴ്സ്. ഇവരെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ IPL കളിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലേയേഴ്സ് ആണ്. സെക്കൻഡ് ലെവൽ, പ്രൈമറി ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാന്റെ മെയിൻ ക്രിക്കറ്റ് ടീമല്ല, നാഷണൽ ടീമല്ല, അതിലുപരിയായിട്ട് അവരുടെ രാജ്യത്തിന് ഉള്ളിൽ കളിക്കുന്ന, ഇപ്പൊ നമ്മുടെ രഞ്ജി ട്രോഫിക്ക് കളിക്കുന്ന പോലെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരാണ്. അപ്പൊ അത് ശരിക്കും ICC തന്നെ ഇതിനെതിരെ കണ്ടോളൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാന് പറ്റിയ അബദ്ധമാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ ആ മേഖലയിലാണ് ഇവർ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനെ അഫ്ഗാനിസ്ഥാൻ വീണ്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ തുടരെ ആക്രമണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ ചില ഏരിയകളിൽ കടന്നു കയറി ഇങ്ങനെ അവരുടെ ആ ഒരു ബോർഡർ ഏരിയയിൽ അവർ ആർട്ടിലറി ഗൺ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ബഗ്രാം ബേസിന്റെ ഭാഗത്തേക്കാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ്. അതായത് അമേരിക്കയോട് നിരന്തരമായിട്ട് സപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ, അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് പാകിസ്ഥാൻ ബഗ്രാം ബേസിനെ കവർ ചെയ്യുന്ന രീതിയിൽ അമേരിക്കയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു ഉപകാരമില്ലാണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് മത്സരിക്കാൻ അമേരിക്കൻ സോൾജേഴ്സ് തയ്യാറല്ല എന്നാണ് പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവർ ഓൾറെഡി തന്നെ ഈ ഒരു ഖൈബർ പഖ്തൂൺവ മേഖലയൊക്കെ ഭയങ്കര മലനിരകളുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ ലാൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ അത്ര എളുപ്പത്തിൽ താലിബാനികളെ തോൽപ്പിക്കാൻ കഴിയില്ല ഖൈബർ പഖ്തൂൺവ മേഖലയിൽ. കാരണം അമേരിക്കൻ സോൾജേഴ്സ് തന്നെ 20 വർഷം അവിടെ കിടന്ന് മത്സരിച്ചിട്ട് ഒരുപാട് പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക അത് വിട്ട് ഓടിപ്പോയതാണ്. ഇതിൽ വീണ്ടും താലിബാനികളുമായിട്ട് ഏറ്റുമുട്ടാൻ അമേരിക്കൻ സോൾജേഴ്സ് തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ബഗ്രാം ബേസ് പിടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മൂവ്മെന്റ്സ്, ആർമി മൂവ്മെന്റ്സ്, ബറ്റാലിയൻ മൂവ്മെന്റ്സ് നടത്തി കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും ആയുധങ്ങൾ നിന്ന് സഹായിക്കാൻ ഒരു പക്ഷേ അമേരിക്കയെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് അമേരിക്കയുടെ വാഗ്ദാനം.
അപ്പൊ അതുകൊണ്ട് ഇപ്പം നോർത്ത് സൈഡിലേക്കാണ് ശരിക്കും ഈ ഒരു വസീറിസ്ഥാൻ ആ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നില്ല, അതായത് ആ ഭാഗത്ത്, അതായത് ബഗ്രാം ബേസിന്റെ ഭാഗത്തോട്ടാണ് ഇപ്പം പാകിസ്ഥാൻ അവരുടെ ആർമിയെ ഇങ്ങനെ നീക്കുന്നത്. പാകിസ്ഥാൻ ഭയങ്കര പേഷ്യൻസിയോട് കൂടിയാണ് ഇത്തവണ ഓരോ മൂവ്മെന്റ്സും നടത്തുന്നത്. ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റേതായിട്ടുള്ള മൂവ്മെന്റ്സ് അല്ല, ഇതിന്റെ പുറകിലിരുന്ന് ആരോ കളിക്കുന്നുണ്ടെന്നുള്ളത് 100% വ്യക്തമാക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ വളരെ പേഷ്യൻസിയോട് കൂടി, അതായത് ഇത്രത്തോളം നാണക്കേട്, ഇത്രത്തോളം അപമാനം, പാകിസ്ഥാന്റെ പാൻസുകളൊക്കെ ഊരിക്കൊണ്ട് പാകിസ്ഥാൻ സോൾജേഴ്സിനെ പിടിച്ച് വീഡിയോ എടുത്ത് അവരുടെ ട്രൗസറൊക്കെ ഊരി എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇവരെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വളരെ പേഷ്യൻസിയോട് കൂടിയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ആകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആർമിയുടെ. അപ്പോൾ ഇത് ഒരു കാലത്തും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യാറില്ല. അപ്പോൾ ഇതിന്റെ പുറകിൽ ആരോ ഉപദേശിക്കുന്നുണ്ട്, അത് പ്രത്യേകിച്ചും അമേരിക്ക ആണെന്നുള്ളതാണ് പരമാവധി അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഈ സാഹചര്യം നടന്ന സ്ഥിതിയിൽ ഇപ്പം ഞാൻ ഈ വെക്കുന്ന ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാർ കൊല്ലപ്പെട്ടതുമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഗ്രാമവാസികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വല്ലാത്ത വീർപ്പുമുട്ടലാണ് ഈ ഒരു ഇൻസിഡന്റിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി മീൻസ് ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ മേളിൽ നല്ല രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ തിരിച്ചടിക്കാതിരിക്കാൻ യാതൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. ഖത്തറിൽ ബാക്ക് ടു ബാക്ക് അവിടെ നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്, പക്ഷേ അതിലൊന്നും യാതൊരുവിധ തീരുമാനങ്ങളാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ലോക്കൽ ഫൈറ്റേഴ്സ് കൃത്യമായിട്ട് ഇറങ്ങി അടിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും TTP തെഹ്രീക്ക് താലിബാൻ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ പൊട്ടിത്തെറിപ്പിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഇതിനിടയ്ക്ക് അസീം മുനീർ ഇന്ത്യക്കെതിരെ ഭീഷണി. Should a fresh wave of hostilities be triggered, Pakistan would respond much beyond the expectations of the initiators. With diminishing distinction between combat and communication zones, the reach and lethality of our weapon systems will shatter the misconceived immunity of India's geographic vastness. The deeply hurting retributive military and economic losses inflicted will be much beyond the imagination and calculations of the perpetrators of chaos and instability. I advise and firmly caution the Indian military leadership that there is no space for war in a nuclearized environment. Settle the core issues with Pakistan as per the international norms on the basis of equality and mutual respect. We will never be intimidated nor coerced by your rhetoric and shall respond decisively beyond proportions to even a minor provocation without any qualms. The onus of ensuing escalation, one that may ultimately bear catastrophic consequences for the entire region and beyond, will squarely lie with India. ആണവായുധം പ്രയോഗിക്കുമെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എക്കോണമിയെ ഞാൻ തകർക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഞാൻ കയറി പിടിക്കും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഡയലോഗൊക്കെ, മാസ് ഡയലോഗൊക്കെ അസീം മുനീർ, ഫീൽഡ് മാർഷൽ, സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഇന്ത്യയുടെ സൈഡിൽ നിന്നും രാജ്നാഥ് സിംഗ് അതിനെ എതിർത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. നീ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലത്, ഞങ്ങളുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ഉള്ളിലെ ഓരോ പോയിന്റും ഓരോ മിലിറ്ററി ബേസും ഞങ്ങളുടെ ആ ഷാർപ്പ് എൻഡിൽ തന്നെ ഉണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഫോർമൽ റിപ്ലൈ മാത്രമാണ്. അതിലുപരിയായിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇങ്ങനെ വികാരം പൂണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ യുദ്ധത്തിനെല്ലാം കാരണം, അതായത് ഇപ്പൊ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന അൺസർട്ടനിറ്റിക്ക് എല്ലാം കൂടി ചേർത്ത് കാരണം ഇന്ത്യയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് പല സാഹചര്യങ്ങളും ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാന്റെ സൈഡിൽ കാഷ്വാലിറ്റി ഏതാണ്ട് 300 ആണെന്നും അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ കാഷ്വാലിറ്റി ഏതാണ്ട് 70 ആണെന്നുമാണ് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ സൈഡിലും മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ 70 ആണെന്നാണ് പറയുന്നത്. ആ പാകിസ്ഥാന്റെ സൈഡിൽ ഏതാണ്ട് 300-ലധികം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പലരും വിചാരിക്കുന്നത് നെഗോസിയേഷൻസ് നടക്കുന്ന സമയത്ത് ബന്ധം ഭയങ്കരമായിട്ട് ശക്തിപ്പെടും എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഈ നെഗോസിയേഷൻ എപ്പോഴാണോ കൂടുതൽ, ഇപ്പം നെഗോസിയേഷൻസ് ഫോർ എക്സാമ്പിൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് നെഗോസിയേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യയും അമേരിക്കയും ചെയ്യുന്ന നെഗോസിയേഷൻ ആയിക്കോട്ടെ, ഏത് നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് പ്രഷർ ഭയങ്കരമായ രീതിയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? പല രീതിയിലുള്ള സാങ്ഷൻസ്, പല രീതിയിലുള്ള തടസ്സങ്ങൾ, പല രീതിയിലുള്ള എക്കണോമിക് നിയന്ത്രണങ്ങൾ, ഈ രീതിയിലുള്ള നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ശരിക്കും ആർക്കാണോ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്, ആ പോസിബിലിറ്റി തന്നെ അമേരിക്കയ്ക്ക്, ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയുമായിട്ട് കച്ചവടം നടത്തി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ്. അതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്ക ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ കൈവെക്കും.
ഇന്ത്യ ആ രീതിയിൽ നെക്ക് ടു നെക്ക് അവർക്ക് ഇങ്ങനെ പിടിമുറുക്കാൻ കഴിയും. നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഹൈ പ്രഷർ പോളിസി അപ്ലൈ ചെയ്യും. നെഗോസിയേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ പോളിസികളൊക്കെ റിലാക്സ് ആവും. പക്ഷെ നെഗോസിയേഷൻ സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പോളിസികൾ അതേപോലെ തുടരും. അപ്പോൾ ആ ഹൈ പ്രഷർ ഇങ്ങനെ നീണ്ടു നിൽക്കും. ആ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ റഷ്യ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഇതെല്ലാം ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അമേരിക്ക അവരാണ് ഏറ്റവും നമ്പർ 1 എന്ന് വിചാരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രഷർ പോളിസി അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊന്നും വഴങ്ങാതെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഷർ പോളിസിക്കൊക്കെ ഒരു പരിധിയുണ്ട്. അതിൽ ഒതുങ്ങിക്കൊണ്ട് മാത്രമേ ഈ നെഗോസിയേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചത് റഷ്യ ഉക്രൈനുമായിട്ട് ഈ ഉക്രൈൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഹംഗറിയിൽ നടക്കാനിരിക്കുന്ന ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ്, പുടിൻ ട്രംപ് മീറ്റിംഗ്. ഇനിയെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ വെച്ചിട്ട് പുടിനും ട്രംപും മീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു 99.99% ഓക്കെ ആക്കിക്കൊണ്ട് വേണം ഇങ്ങനത്തെ ഗ്ലോബൽ ലീഡേഴ്സിനെ കൊണ്ട് നെഗോസിയേഷനിൽ പങ്കെടുപ്പിക്കാൻ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേഷൻ ടീമിനാണ്. അത് റഷ്യ ആയിക്കോട്ടെ, അതേപോലെ തന്നെ US ആയിക്കോട്ടെ. അപ്പോൾ ഇത്തവണയെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർക്കോ റൂബിയോയുടെ ലീഡർഷിപ്പിൽ വരുന്ന ഒരു ടീം പുടിനും ട്രംപും മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മെച്ചൂർഡായ നിലയിൽ അലാസ്കയിൽ നടന്നതുപോലെ അല്ലാതെ ഹംഗറിയിൽ നടന്ന മീറ്റിംഗ് വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ, വിചാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു 3 മണിക്കൂർ കഴിയുമ്പം മാറ്റി സംസാരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ അബദ്ധം പറ്റിയിരിക്കുകയാണ് ഇപ്പം ഉക്രൈനിലെ സെലൻസ്കി. യൂറോപ്പ് ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ വിശകലനമാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.